വിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പായി സംശുദ്ധമായ മനസ്സോടെ, ശുദ്ധമായ ഹൃദയത്തോടെ ഈ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരോടും പൊരുത്തം ചോദിച്ച് പിണക്കമൊക്കെ അവസാനിപ്പിച്ച് കൂട്ടുകുടുംബാദികളും സഹോദരന്മാരും ഒക്കെയായി പരസ്പര സ്നേഹത്തിലായി നമ്മൾ ഈ മാസത്തിലേക്ക് റമളാനെ വരവേൽക്കണം. കാരണം യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമ്മൾ എത്ര നോമ്പ് പിടിച്ചാലും, എത്ര സകാത്ത് കൊടുത്താലും, എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്താലും മ്ലേച്ഛമായ മനസ്സുമായിട്ടാണ് പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുന്നതെങ്കിൽ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിനു വേണ്ടി ദുആ ചെയ്ത, അല്ലാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ച പരിശുദ്ധമായ നമസ്കാരം നമുക്ക് സമ്മാനമായി നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്യത്ഭുതകരമായ ഇസ്റാഉം മിഅ്റാജും നടന്ന പരിശുദ്ധമായ റജബ് മാസം. റജബ് മാസം നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ റമളാനിൻ്റെ തൊട്ടു മുമ്പുള്ള വിശുദ്ധ റമളാനിലേക്കുള്ള പ്രവേശന കവാടമായ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ ശഅബാൻ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് വശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണ്, റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്, ശഅബാൻ എൻ്റെ മാസമാണ്, റമളാനു ശഹ്റു ഉമ്മത്തി, വിശുദ്ധമായ റമളാൻ മാസം എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ് എന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ശഅബാൻ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കാനുണ്ടായ കാരണം, നബിതങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച മാസമാണ് ശഅബാൻ മാസം. നമുക്കറിയാം, നബിതങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന കൽപ്പന ഉണ്ടായത്, ആ കൽപ്പന അറിയിച്ചുകൊണ്ടുള്ള ആയത്ത് അവതീർണമായത് എല്ലാ ഖുത്ബയിലും, രണ്ടാമത്തെ ഖുത്ബയിൽ നമ്മൾ കേൾക്കുന്ന ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അല്ലാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ, അല്ലാഹു നബിതങ്ങൾക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു. നബിതങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ മലക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് അല്ലാഹുവിൻ്റെയും മലക്കുകളുടെയും സ്വലാത്ത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന കൽപ്പന ഉണ്ടായത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. ഇതുപോലൊരു മാസത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തെ എൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട മാസം ശഅബാൻ ആയതുകൊണ്ട് തന്നെ നബിയുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ വാർഷികം ആഘോഷിക്കപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നബിതങ്ങളുടെ മേൽ ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിക്കണമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും.
ധാരാളമായി എപ്പോഴും നബിയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലണം, സലാമുകൾ നാം ചൊല്ലണം. പ്രത്യേകിച്ച് ശഅബാൻ മാസത്തിൽ. ഇപ്പോൾ റജബ് മാസത്തിൽ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാനുള്ള കൽപ്പന ഉണ്ടായത് ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമുദായത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത് അറിഞ്ഞുകൂടാ. നാം മനസ്സിലാക്കുക, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട മാസം, ഈ ആയത്തിൻ്റെ അവതീർണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് നബിയുടെ മേൽ എപ്പോഴും നാം സ്വലാത്തുകൾ ചൊല്ലണം ധാരാളമായി. പ്രത്യേകിച്ച് ശഅബാനിൻ്റെ ശേഷിക്കുന്ന ദിനങ്ങളിൽ ധാരാളമായി സ്വലാത്തുകൾ നാം ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ അള്ളാഹു നമുക്ക് 10 അനുഗ്രഹങ്ങളാണ് ചൊരിഞ്ഞു തരുന്നത്. മൻ സല്ല അലയ്യ വാഹിദ, ഒരൊറ്റ സലാത്ത് ചൊല്ലിയാൽ, ഒരു സലാത്ത് ചൊല്ലാൻ എത്ര സമയം എടുക്കും? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയപ്പോൾ നമുക്ക് 30 നന്മകളാണ് ലഭിച്ചിരിക്കുന്നത്. നാം അറിയാതെ നമ്മുടെ നന്മയുടെ രേഖയിൽ, നമ്മുടെ നന്മയുടെ കിതാബിൽ 30 നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. 10 അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നു. നമ്മുടെ 10 തിന്മകൾ മായ്ക്കപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് 10 ദറജകൾ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. ഒറ്റ സലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന കൂലിയ. എന്താ സമയമെടുക്കണം? എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്വലാത്തുകൾ ചെല്ലാം. അതുകൊണ്ട് നബിയുടെ പേരിലുള്ള സ്വലാത്തുകൾ മിനിമം ഒരു 100 സ്വലാത്തെങ്കിലും ഇൻഷാ അല്ലാഹ് നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലണമെന്ന പ്രഖ്യാപനമുണ്ടായ ഈ ശഅബാൻ മാസത്തിൽ നാം പ്രതിജ്ഞ എടുക്കണം. ഇനി ഒരു 100 സ്വലാത്ത് ഏറ്റവും കുറഞ്ഞത് ഞാൻ ഒരു ദിവസം നബിയുടെ മേൽ ചെല്ലും ഇൻഷാ അല്ലാഹ്. അല്ലേ? അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർദ്. അല്ലാഹുവിന് കുറച്ച് മലക്കുകളുണ്ട്. ആ മലക്കുകൾ ഇങ്ങനെ ഭൂമിയിലൂടെ ചുറ്റി നടക്കും. സയ്യാഹീന ഫിൽ അർദ്, ഭൂമിയിലൂടെ അവർ തവാഫ് ചെയ്യുമെന്നാണ്. തവാഫ് എന്ന് പറഞ്ഞാൽ ചുറ്റും, ഭൂമിയിലൂടെ ഇങ്ങനെ അന്വേഷിച്ച് ചുറ്റി നടക്കും. ആരാണ് നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി. ശ്രദ്ധിക്കണം, ഇവിടെ നബിയുടെ മേൽ ആരാണ് സ്വലാത്ത് ചെല്ലുന്നത്, സ്വലാത്ത് ചെല്ലുന്നവരെ അന്വേഷിച്ച് ഒരു വിഭാഗം മലക്കുകൾ ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. നബിയുടെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചെല്ലിയാൽ ആ സ്വലാത്ത് നബി തങ്ങളുടെ റൗളയിൽ ആ മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നത് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ പേരും പറയും, നമ്മുടെ പിതാവിൻ്റെ പേരും പറയും. ഇന്ന ആളുടെ മകൻ ഇന്നയാൾ നബിയെ താങ്കളുടെ മേൽ ഇത്ര സലാത്ത് ചൊല്ലിയിരിക്കുന്നു, താങ്കൾക്ക് ഇത്ര സലാം പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ ഫുൾ അഡ്രസ് നബിതങ്ങൾക്ക് ആ മലക്കുകൾ പറഞ്ഞു കൊടുക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ചെല്ലണമെന്ന നിർദ്ദേശമുണ്ടായ മാസം എന്ന നിലയ്ക്ക് ശഅബാൻ, ആ ശഅബാൻ മാസത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. അതുപോലെ ശഅബാന്റെ 2ാമത്തെ പ്രത്യേകത, പരലോകത്ത് തൻ്റെ ഉമ്മത്തികൾക്ക് ശുപാർശ ചെയ്യാനുള്ള അനുവാദം അല്ലാഹു തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കപ്പെട്ട മാസം ശഅബാൻ മാസത്തിലാണ്. നമുക്കൊക്കെ വേണ്ടി, ഈ ഉമ്മത്തിലെ പാപികളായ ആളുകൾക്ക് വേണ്ടി പരലോകത്ത് നബിതങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും, ഷഫാഅത്ത് നടത്തും. ഈ ഷഫാഅത്ത് നടത്താനുള്ള അനുമതി നബിതങ്ങൾക്ക് കൊടുക്കപ്പെട്ടത് ഇതുപോലൊരു ശഅബാൻ മാസത്തിലാണ്. രാത്രിയിൽ ഒരു ദിവസം, ഒരു ശഅബാന്റെ രാത്രിയിൽ നബിതങ്ങൾ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ ആയത്തോതി രാത്രി ഉറങ്ങാതെ നബിതങ്ങൾ കഴിച്ചു കൂട്ടി. എന്താ അതിൻ്റെ അർത്ഥം? ഇൻ തുഅദ്ദിബുഹും, അല്ലാഹുവേ
എന്റെ സമുദായത്തെ നീ ശിക്ഷിച്ചാൽ ഫഇന്നഹും ഇബാദുക്, അവർ നിന്റെ അടിമകളാണ്. എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നബിതങ്ങൾ ഈ പറയുന്നത്. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിനെ, എന്റെ സമുദായത്തെ നീ ശിക്ഷിച്ചാൽ അതിനുള്ള അധികാരവും അവകാശവും നിനക്കുണ്ട്. അവർ നിന്റെ അടിമകളാണ്. അപ്പൊ അള്ളാഹ് നമ്മളെ ശിക്ഷിച്ചാൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ് നമ്മളെ ശിക്ഷിക്കലും നമ്മളോട് കരുണ ചെയ്യലും. നമ്മുടെ ഉടമസ്ഥനാണ് അള്ളാഹു, നമ്മളെ പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടതൊക്കെ സമ്മാനിച്ചവൻ അവനാണ്. അതുകൊണ്ട് നമ്മളെ ശിക്ഷിക്കാനും നമ്മളോട് കരുണ ചെയ്യാനും അള്ളാഹുവിന് അധികാരമുണ്ട്. അള്ളാഹു പറയുകയാണ്, നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവെ, നീ അവരെ ശിക്ഷിച്ചാൽ അവർ നിന്റെ അടിമകളാണ്, നിന്റെ പരമാധികാരത്തിലാണ് അവർ. അവരെ ശിക്ഷിക്കാനും അവരോട് കരുണ ചെയ്യാനുമുള്ള അധികാരമുണ്ട്. നീ അവരെ ശിക്ഷിച്ചാൽ നിന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. നീ അവർക്ക് പുറത്തു കൊടുത്താൽ നീ അജയ്യനാണ് തമ്പുരാനെ, നീ കരുണാവാരിധിയാണ് അല്ലാഹുവേ. ഈ ആയത്തോതിയിട്ട് നബിതങ്ങളുടെ മനസ്സിലെ ആഗ്രഹം, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തികൾക്ക് നീ പുറത്തു കൊടുക്കണമേ, ഇതായിരുന്നു. എൻ്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണമേ, ഇതായിരുന്നു നബിതങ്ങളുടെ മനസ്സിലെ ആഗ്രഹം. ഈ രാത്രി മുഴുവനും നാളെ പരലോകത്തിൽ നബിതങ്ങളുടെ ഉമ്മത്തികളായ ഞാനും നിങ്ങളും ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ട് ഈ ആയത്തോതി അസ്വസ്ഥനായി ഒരു രാത്രി മുഴുവനും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുകൂടി. ഓ, എന്തൊരു സ്നേഹമാണ് തങ്ങൾക്ക് നമ്മളോട്. ഒരു രാത്രി മുഴുവനും നമ്മളെക്കുറിച്ച് ഓർത്ത് നബിതങ്ങൾ അസ്വസ്ഥനായി കഴിഞ്ഞുകൂടി. ആ രാത്രിയിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, താങ്കളുടെ ഉമ്മത്തിൽ പകുതി ആളുകളെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കൊള്ളാം എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് ശുപാർശയ്ക്കുള്ള അനുവാദവും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉമ്മത്തിൽ പകുതി ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമോ, അതോ ശുപാർശ ചെയ്ത് താങ്കളുടെ ഉമ്മത്തികളെ മുഴുവനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമോ? ഏതാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറഞ്ഞു, ഫഖ്തറത്തു ശഫാഅ, ജിബ്രീലെ, ഞാൻ ശഫാഅത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ ഉമ്മത്തികളെ മുഴുവനും ശുപാർശ ചെയ്ത് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ പോകാൻ പാടില്ല, അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട സർവ്വ ആളുകൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യും. ആ അധികാരത്തെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ആർക്ക് വേണ്ടിയാണ് നബിതങ്ങൾ ശുപാർശ ചെയ്യുന്നത്? ഹിയ ലികുല്ലി മുസ്ലിമിൻ വഹിയ ലിമൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅ. അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യാതെ മരിച്ചു പോകുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും, അല്പമെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യുമെന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ അനുവാദം, ഈ ഒരു അധികാരം നബിതങ്ങൾക്ക് അല്ലാഹു വകവെച്ചു കൊടുത്തത് ഇതുപോലൊരു ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണ്, എൻ്റെ മാസമാണ് ശഅബാൻ. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം ഈ സമുദായത്തിന് ലഭിച്ചത് ശഅബാൻ മാസത്തിൽ. ഇന്നല്ലാഹ വ മലായികത്തുഹു എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ട മാസം ശഅബാൻ. പരലോകത്ത് തന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ശുപാർശ നടത്താനുള്ള അധികാരം അല്ലാഹു തആല കൊടുത്തത് ഇതുപോലൊരു ശഅബാൻ മാസത്തിലാണ്. മൂന്നാമത്തെ പോയിന്റ്, നബിതങ്ങൾ മക്കയിൽ താമസിച്ചിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലും മദീനയിൽ ചെന്ന് 16 മാസ കാലഘട്ടത്തിലും നബിതങ്ങൾ നമസ്കരിച്ചത് ഫലസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദസിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ്. ഇസ്ലാമിക ലോകത്തിന്റെ, ഇസ്ലാമിന്റെ ആദ്യകാല കിബില ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസാണ്. മനസ്സിലായി? നമ്മുടെ ആദ്യത്തെ കിബില കഅബയല്ല, ബൈത്തുൽ മുഖദ്ദസാണ്. ഇന്നത് ജൂതന്മാരുടെ കരങ്ങളിലാണ്.
ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടിയാണ് പാവപ്പെട്ട ഫലസ്തീനികൾ ക്രൂരന്മാരായ ജൂതന്മാരോട് ഇന്നും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന വാർത്തകളാണ് ദിനേന പത്രമാധ്യമങ്ങളിലൂടെ നാം കാണുന്നത്. ട്രംപ് പറഞ്ഞെന്താ? ഫലസ്തീനികളിൽ നിന്നും ഞാൻ ഒഴിപ്പിക്കും, ഞാൻ അവിടെ സുഖവാസ കേന്ദ്രം പണിയും, ഫലസ്തീനികളെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്നും അവരുടെ രാജ്യത്ത് നിന്നും ഞാൻ പുറത്താക്കാം. ഈ ധിക്കാരി എന്ത് അഹങ്കാരത്തോടെയാ പറയുന്നത്? ഒരു ആളുകളെ, ഫലസ്തീനികളെ തന്റെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയിട്ട് അവിടെ സുഖവാസ കേന്ദ്രം പണിതിട്ട് അവരവിടെ സുഖിച്ച് ജീവിക്കുമെന്ന്. അല്ലാഹുവേ, നീ ഇതൊക്കെ കേൾക്കുന്നവനാണല്ലോ പടച്ചവനെ. ഇത്തരത്തിലുള്ള അഹങ്കാരികളെ നീ പാഠം പഠിപ്പിക്കണേ തമ്പുരാനെ. വാങ്ങി പറഞ്ഞു അല്ലേ? ഇത്തരത്തിലുള്ള അഹങ്കാരികളെ നീ പാഠം പഠിപ്പിക്കണം, നീ നിലയ്ക്ക് നിർത്തണേ തമ്പുരാനെ. നമ്മൾ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പം പ്രിയപ്പെട്ടവരെ, ആ ഫലസ്തീനികൾക്ക് വേണ്ടി, പാവപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരന്മാരാണ് അവർ. അത് വേറൊരു വിഷയമായിരിക്കട്ടെ. അപ്പോൾ ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ആദ്യകാലത്ത് ഇസ്ലാമിന്റെ ആവിർഭവ കാലഘട്ടത്തിൽ, തുടക്ക കാലഘട്ടത്തിൽ നബിയും സഹാബാക്കളും നമസ്കരിച്ചത്. മദീനയിലേക്ക് ചെന്ന് മക്കയിൽ നമസ്കരിക്കുമ്പോൾ കഅബയെ മുന്നിൽ കണ്ടുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് നബിയും സഹാബാക്കളും നമസ്കരിക്കുമായിരുന്നു. മദീനയിലേക്ക് പാലായനം ചെയ്ത് മദീനയിലെത്തിക്കഴിഞ്ഞപ്പോൾ 16 മാസ കാലഘട്ടം, അല്ലെങ്കിൽ മറ്റൊരു നിവേദനം അനുസരിച്ച് 17 മാസ കാലഘട്ടം നബിതങ്ങൾ നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിനെ കിബിലയാക്കിക്കൊണ്ടാണ്. ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിനെ കിബിലയാക്കി നമസ്കരിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തൻ്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കിബിലയായ കഅബ എനിക്ക് കിബിലയായിട്ട് കിട്ടണം, എനിക്ക് പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിക്കണം. ഇത് നബിതങ്ങളുടെ വലിയ അഭിലാഷമായിരുന്നു, ആഗ്രഹമായിരുന്നു. ഇതിനുവേണ്ടി സദാ നബിതങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ പോലും കഅബ കിബിലയാക്കി കിട്ടിയെന്ന പ്രഖ്യാപനവുമായി ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ എന്ന് ആകാശത്തേക്ക് നബിതങ്ങൾ ഇങ്ങനെ കൂടെ നമസ്കാരത്തിൽ ഇങ്ങനെ തല ഉയർത്തി നോക്കുമായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു കഅബയിലേക്ക് തിരിഞ്ഞ് ഇന്ന് പ്രവാചകൻ നമസ്കരിക്കാൻ. സൂറത്തുൽ മാഇദയിൽ നമുക്ക് കാണാം, ഖദ് നറാ തകല്ലുബ വജ്ഹിക ഫിസ് സമാ. നബിതങ്ങൾ നമസ്കരിക്കുമ്പോൾ കൂടെ ആകാശത്തിലേക്ക് തല ഉയർത്തി നോക്കും. ഇടയ്ക്കിടയ്ക്ക് നമസ്കാരത്തിൽ തല ആകാശത്തേക്ക്. ജിബ്രീൽ വരുന്നുണ്ടോ, വഹി വരുന്നുണ്ടോ, കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള അനുവാദവുമായി ജിബ്രീൽ വരുന്നുണ്ടോ എന്ന പ്രതീക്ഷയോടെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 16 മാസങ്ങൾക്ക് ശേഷം നബിതങ്ങൾ ഒരു അസ്ർ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ മദീനയുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു പള്ളിയിൽ അസ്ർ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇതാ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, വഹി അവതരിക്കപ്പെടുന്നു. എന്താണ് വഹി? ഖദ് നറാ തകല്ലുബ വജ്ഹിക ഫിസ് സമാ. നബിയെ, ആകാശത്തേക്ക് താങ്കൾ ഇങ്ങനെ കൂടെ നോക്കുന്നത് നാം കാണുന്നുണ്ട്, ആകാശത്തേക്ക് നോക്കുന്നത് നാം കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. നബിയെ, താങ്കൾ ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക്, താങ്കൾ തൃപ്തിപ്പെടുന്ന ഖിബിലയിലേക്ക് താങ്കൾ മുഖം തിരിച്ചു കൊള്ളുക. കഅബയിലേക്ക് മുഖം തിരിച്ചോ നബിയെ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഇനി മുതൽ താങ്കളുടെ ഖിബില കഅബയാകുന്നു, ഇനി നമസ്കരിക്കേണ്ടത് കഅബയിലേക്ക് തിരിഞ്ഞാണ് എന്ന പ്രഖ്യാപനമുണ്ടായത്. നബിയുടെ ആഗ്രഹ സഫലീകരണം നടന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു ശഅബാൻ മാസത്തിലാണ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട പള്ളി ഇന്ന് ലോകത്ത് കിബിലത്തൈൻ, 2 കിബിലയുള്ള പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. 2 കിബിലയുള്ള പള്ളി ഇന്ന് നമുക്ക് മദീനയിൽ പോയാൽ അത് കാണാൻ സാധിക്കും. ഈ കുട്ടികൾ
ഈ പ്രസംഗം നടക്കുന്ന സമയത്തും ഖുത്ബ ഓതുന്ന സമയത്തും ഒരുപാട് കുട്ടികളിരുന്ന് വർത്താനം പറയുക. ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ വർത്താനമാണ്. അതുകൊണ്ട് കുട്ടികൾ വർത്താനം പറയാതെ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ വർത്താനം പറയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഖുത്ബയെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ലാസ്റ്റ് കയറി വന്നാൽ മതി കേട്ടോ. വർത്താനം പറയരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, വർത്താനം പറയുന്നവരെ ഞാൻ ഇനി ഇറക്കി വിടും. ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്ന എല്ലാവരും. അപ്പോ ഈ കിബില മാറ്റം നടന്നത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നബിക്ക് ലഭിച്ച ഒരു മഹത്തായ മാസമാണ് ശഅബാൻ മാസം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ശഅബാൻ മാസത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിലേക്കുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി റമളാൻ മാസത്തിലെ ഫർളായ നോമ്പിന്റെ റിഹേഴ്സൽ എന്നോണം ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പനുഷ്ഠിക്കുമായിരുന്നു. നബിതങ്ങൾ ഏറ്റവും കൂടുതൽ റമളാൻ കഴിഞ്ഞാൽ നബിതങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസം പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂർ മാ തസൂമു ശഅബാൻ. നബിയേ, ഈ ശഅബാനിൽ താങ്കൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ ഒരു മാസവും താങ്കൾ സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബ് വ റമളാൻ. ജനങ്ങളൊക്കെ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് ശഅബാൻ. അശ്രദ്ധരാകുക എന്ന് പറഞ്ഞാൽ അന്ന് അറബികൾ റജബിന്റെ പവിത്രത അവർക്കറിയാം. റജബ് യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമായ മാസമായിരുന്നു. അതുകൊണ്ട് അവർ റജബിനെ ബഹുമാനിച്ചിരുന്നു, റമളാനിനെയും അവർ ബഹുമാനിച്ചിരുന്നു. ഇടയ്ക്കുള്ള ശഅബാനെ അവർ അശ്രദ്ധമായി അത്ര പരിഗണിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ശഅബാൻ മാസത്തിൽ നോമ്പൊക്കെ പള്ളിയിലൊക്കെ വരണ്ടേ, നമസ്കാരമൊക്കെ തുടങ്ങണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? റമളാനല്ലേ വരുന്നേ, റമളാനിൽ തുടങ്ങാം അല്ലേ, റമളാനിൽ തുടങ്ങാം, പള്ളിയിലൊക്കെ വരവൊക്കെ ഇനി തുടങ്ങണം, പള്ളിയിലൊക്കെ വരണം, നോമ്പൊക്കെ നമസ്കാരമൊക്കെ തുടങ്ങണം, ഇനി റമളാൻ വരണ്ടേ. ഈ ശഅബാൻ ഒരു പരിഗണനയും കൊടുക്കാതെ ഈ ശഅബാന്റെ പവിത്രത നമ്മൾ അവഗണിക്കുന്നു. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാണ് ഈ ശഅബാൻ. അതുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ ഞാൻ നോമ്പ് പിടിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. രണ്ടാമത്തെ കാരണം, നബിതങ്ങൾ ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് അനുഷ്ഠിക്കാനുണ്ടായിരുന്ന രണ്ടാമത്തെ കാരണം, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ അമലുകൾ സമർപ്പിക്കപ്പെടുന്ന, വെളിവാക്കപ്പെടുന്ന മാസമാണ് ശഅബാൻ. നമ്മൾ ചെയ്ത ഒരു വർഷത്തെ അമലുകൾ, ആ അമലുകളുടെ ലിസ്റ്റുകൾ, ആ അമലുകളുടെ കണക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ ഹാജരാക്കുന്ന മാസമാണ് ശഅബാൻ മാസം. നമ്മൾ അനുഷ്ഠിക്കുന്ന അമലുകൾ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നത് 3 രീതിയിലാണ്. ശ്രദ്ധിക്കണം, 3 രീതിയിൽ. ദിനേന അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കർമ്മങ്ങളുടെ കണക്ക് മലക്കുകൾ കൊടുക്കും. 2 നേരം, ഒരു ദിവസം 2 നേരം. ഒന്ന് പ്രഭാതത്തിലും 2 പ്രദോഷത്തിലും. അതായത് മലക്കുകൾ എപ്പോഴും നമ്മളെ വീക്ഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുണ്ട്. നമ്മൾ മലക്കുകളുടെ നിരീക്ഷണത്തിലാണ്. നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളെ ഈ ഭൂമിയിലേക്ക് അയക്കും. യതആഖബൂന ഫീകും മലായികത്തും ബിൽ ലൈലി വൻ നഹാർ. രാവും പകലുമായി മലക്കുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഈ ഭൂമിയിലേക്ക് വരും. യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അശ്ർ. രാത്രിയിൽ ഈ ഭൂമിയിൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ വരുന്നത് അസ്ർ നമസ്കാരത്തിന്റെ സമയത്താണ്. പകല് ഈ ഭൂമിയിൽ ഡ്യൂട്ടിയുള്ള നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട മലക്കുകൾ വരുന്നത് സുബഹി നമസ്കാരത്തിന്റെ സമയമാണ്. ഈ 2 സമയത്തും ആ രാത്രി വരുന്ന മലക്കുകളും പകല് വരുന്ന മലക്കുകളും സംഗമിക്കുന്ന സമയമാണ് അസ്ർ നമസ്കാരത്തിലും സുബഹി നമസ്കാരത്തിലും. രാത്രിയിലുണ്ടായിരുന്ന മലക്കുകൾ പ്രഭാതത്തിൽ സുബഹി കഴിയുമ്പോൾ ആകാശത്തേക്ക് പോയി നമ്മുടെ രാത്രിയിൽ നാം ചെയ്ത അമലുകളുടെ ലിസ്റ്റ് കണക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൊടുക്കും. അസറിന് വന്ന മലക്കുകൾ
അവർ രാത്രി മുഴുവനും നമ്മളെ നിരീക്ഷിച്ച് പ്രഭാതത്തിൽ നമ്മുടെ അമലുകളുടെ ലിസ്റ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിക്കും. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ കർമ്മങ്ങളുടെ പട്ടിക, ആ കണക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ കൊടുക്കും. ഇതൊക്കെ ഞാൻ പറയുമ്പം അള്ളാഹ് അറിയുന്നില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അത് മലക്കുകളുടെ ഒരു ജോലിയാണ്. അള്ളാഹ് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഉൾപ്പെടെ എല്ലാം. പിന്നെ നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ സമർപ്പിക്കുന്നത് ആഴ്ചയിൽ 2 ദിവസം, എല്ലാ വ്യാഴാഴ്ച ദിവസവും എല്ലാ തിങ്കളാഴ്ച ദിവസവും. അതുകൊണ്ടാണ് വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും നോമ്പ് പിടിക്കൽ പ്രത്യേക സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. എല്ലാ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അടിമകളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ പ്രദർശിപ്പിക്കും. നബി തങ്ങൾ പറഞ്ഞു, നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ സമർപ്പിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് പിടിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുപോലെ ശഅബാൻ മാസത്തിൽ ഒരു വർഷത്തെ അമലുകളുടെ കണക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ കൊടുക്കുന്ന ദിവസം, ഒരു വർഷത്തെ കഴിഞ്ഞ റമളാനിൽ നാം ചെയ്ത കർമ്മങ്ങൾ ഉൾപ്പെടെ ഈ ശഅബാൻ മാസം വരെയുള്ള അമലുകളുടെ ലിസ്റ്റ് അള്ളാഹുവിന് മലക്കുകൾ കൈമാറുന്നത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം നോമ്പ് പിടിച്ചിരുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ കാരണം. അപ്പോൾ റമളാനിലെ നോമ്പിന് മുന്നോടിയായി നബി തങ്ങൾ ധാരാളം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്ന മാസമാണ് ശഅബാൻ മാസം. ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിഞ്ഞ റമളാനിൽ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കഴിഞ്ഞ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഖളാ വീട്ടാനുള്ള ഒരു സന്ദർഭമാണ് ഈ ശഅബാൻ മാസം. അതുപോലെ നമ്മുടെ സഹോദരിമാർക്കൊക്കെ റമളാനിൽ കുറെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകും. ആ നോമ്പുകൾ ആരെങ്കിലും നഷ്ടപ്പെട്ട് ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ അവരും ഈ ശഅബാൻ മാസത്തിൽ റമളാൻ മാസം കടന്നു വരുന്നതിന് മുമ്പായി നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഖളാ വീട്ടണം, നിങ്ങളത് ഉണർത്തണമെന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാര് ഈ മാസത്തെ കുറിച്ച് പറഞ്ഞത് ഷഹ്റുൽ ഖുർആഇ, ഖുർആൻ പാരായണക്കാരുടെ മാസം. മഹാന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാനൽ മുസ്ലിമൂന ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസം സമാഗതമായാൽ ഇൻകബ്ബു അലൽ മസാഹിബി, അവർ മുസ്ഹഫുകളിലേക്ക് മുഖം കുത്തി കിടക്കും. എന്ന് പറഞ്ഞാൽ മുഖം കുത്തി മുസ്ഹഫുകളിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം അവരുടെ മുമ്പിൽ നിന്ന് ഖുർആൻ മാറ്റൂല. റമളാൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ധാരാളം ഖുർആൻ പാരായണം ചെയ്യേണ്ട മാസമാണ് റമളാൻ. ആ റമളാനിലുള്ള ഖുർആൻ പാരായണത്തിന്റെ മുന്നോടിയായി ശഅബാൻ മാസത്തിൽ പൂർവികർ ധാരാളമായി ഖുർആൻ പാരായണം നടത്തിയിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവർ ചെയ്തതുപോലൊന്നും പറ്റിയില്ലെങ്കിലും ഒരല്പമെങ്കിലും ഒക്കെ ഖുർആൻ ഓതി തുടങ്ങണം. ഇൻഷാ അല്ലാഹ് അല്പമെങ്കിലും ഒക്കെ ഓതി തുടങ്ങണം. പള്ളിയിൽ കൃത്യമായി ജമാഅത്തുകൾക്ക് പങ്കെടുത്ത് തുടങ്ങണം. നമസ്കാരങ്ങളില്ലാത്തവർ നമസ്കാരങ്ങളൊക്കെ തുടങ്ങണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം പറയുകയാണ്, റമളാൻ, ഈ ശഅബാൻ മാസം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കൂടിയുള്ള മാസമാണ്. മനസ്സ് ശുദ്ധമായി റമളാനിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് പരസ്പരമുള്ള വിദ്വേഷങ്ങൾ, പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ, വൈരാഗ്യത്തിൽ കഴിയുന്നവർ, കുടുംബപരമായിട്ടും അല്ലാതെയും വ്യക്തിപരമായും ഒക്കെ പിണക്കത്തിലും വൈരാഗ്യത്തിലും ഒക്കെ കഴിയുന്നവർ എല്ലാ പിണക്കങ്ങളും മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞ് വിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പായി സംശുദ്ധമായ മനസ്സോടെ, ശുദ്ധമായ ഹൃദയത്തോടെ ഈ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരോടും പൊരുത്തം ചോദിച്ച് പിണക്കമൊക്കെ അവസാനിപ്പിച്ച് കൂട്ടുകുടുംബാദികളും സഹോദരന്മാരും ഒക്കെയായി പരസ്പര സ്നേഹത്തിലായി നമ്മൾ ഈ മാസത്തിലേക്ക് റമളാനെ വരവേൽക്കണം. കാരണം യൗമല യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമ്മൾ എത്ര നോമ്പ് പിടിച്ചാലും, എത്ര സകാത്ത് കൊടുത്താലും, എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്താലും
മ്ലേച്ഛമായ മനസ്സുമായിട്ടാണ് പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ലാ യൻഫഉ മാലുൻ, അവിടെ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല. വലാ ബനൂൻ, മക്കൾ നമുക്ക് ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധമായ മനസ്സോടുകൂടി റബ്ബിന്റെ മുമ്പിൽ ചെന്നവർക്കല്ലാതെ ഒന്നും ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള, സംസ്കരിക്കാനുള്ള ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, മനസ്സിനെ സംശുദ്ധമാക്കിയവൻ അവൻ വിജയിച്ചു. മനസ്സിനെ മ്ലേച്ഛമായി, മനസ്സിൽ പക, വിദ്വേഷം, അഹങ്കാരം, കുശുമ്പ്, ഇങ്ങനെ മ്ലേച്ഛമായ സ്വഭാവങ്ങൾ കൊണ്ട് മനസ്സിനെ മലിനമാക്കിയവൻ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.